ഇത്രയും ചൊറി പിടിച്ച മനസ്സുള്ള മനുഷ്യന്മാരുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കാറില്ല ചില ആളുകളുടെ പ്രവൃത്തിയും അവരുടെ കയ്യിലിരിപ്പൊക്കെ കണ്ടിട്ട്. അതുപോലെ എപ്പോഴോ പറഞ്ഞു പോയൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും വളരെ പ്രിയപ്പെട്ട ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട്. അതായത് യൂട്യൂബ് നമ്മുടെ കേരളത്തിലെ കുറച്ച് പ്രചാരമായി, അതായത് കൊച്ചുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളും യൂട്യൂബ് കാണുന്നു എന്നുള്ളൊരു സമയം മുതൽ കേരളത്തിൽ ഇങ്ങ് നിന്ന് അങ്ങോളമുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ചെറിയ ചെറിയ തട്ടുകടകളിലൊക്കെ കയറി ഫുഡ് കഴിച്ച് അവിടെ ഇരുന്ന് അവരെയും കുറ്റം പറഞ്ഞ് ആ കടയും ചെളിവാരി തേച്ച് പ്രശസ്തനായ ഒരു ഫുഡ് ബ്ലോഗർ എല്ലാവർക്കും അറിയാമായിരിക്കും. മൃണാൾ എന്നാണ് പേര്. അദ്ദേഹം ഇപ്പോൾ എറണാകുളം ബേസ്ഡ് ആയിട്ട് ഒരുപാട് ഭക്ഷണശാല ശൃംഖലകൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹവുമായി ഒന്ന് രണ്ടിടത്ത് പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോയിട്ട് അവരവൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്തത്. ഞാനും പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ കഴിച്ചതിൻ്റെ അഭിപ്രായമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ചൊറി പിടിച്ചൊരു മനസ്സ് നമ്മളാരും കാണാതെ പോകരുത്. ഈ അടുത്തിടെ ഒരു 2 മാസമായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്നു ബൺ മസ്ക, ചായയും ബൺ മസ്കയും അല്ലേ. അപ്പോൾ സാധാരണ ഒരു പെൺകുട്ടി പറഞ്ഞ ഭർത്താവും ദമ്പതികൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, എത്ര പേർക്ക് സാധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വഴിയരികിൽ പോയി ഇന്ന് ബണ്ണ് വിൽക്കാം, ബണ്ണും ചായയും വിൽക്കാം. അത് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെ ഈ ഒരു ബിസിനസ് ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്നായിരിക്കാം. സാഹചര്യമൊന്നും നമുക്കറിയത്തില്ല, എങ്കിൽ പോലും ആ വഴിയരികിൽ നിന്നാണ് ആ ബിസിനസ് തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കസ്റ്റമേഴ്സ്? ബൺ മസ്ക എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും, ഞാനാണെങ്കിൽ ക്രീം ബണ്ണിൻ്റെ ഭയങ്കര ഒരു ഹാർഡ്കോർ ഫാനാണ്. എനിക്ക് ക്രീം ബണ്ണ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ ഈ ബൺ മസ്ക എന്ന് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ക്രീം ബണ്ണ് പോലെ ഭയങ്കര മധുരമായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വാങ്ങിച്ച് കഴിച്ചപ്പോൾ ബൺ മസ്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബട്ടറി ആയിട്ടുള്ള, ബട്ടറിൽ വളരെ കുറച്ച് മാത്രം മധുരം ഇട്ട് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനുള്ള വളരെ നല്ല ഒരു സ്നാക്ക്, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ലൊരു സ്നാക്ക്. അപ്പോൾ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി അവർക്കൊരു ജീവിത വരുമാനം, നിത്യ വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വഴിയരികിൽ നിന്ന് തുടങ്ങുക എന്നുള്ളൊരു ആശയം നമ്മളെ എല്ലാവരും ഒരുപോലെ എന്നാ പറയുന്നത് ഭയങ്കര സന്തോഷിക്കുകയും അവരുടെ അടുത്തുനിന്ന് പോയി വാങ്ങിക്കണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ചെയ്തു അല്ലേ. അപ്പോഴാണ് ഈ മൃണാൾ എന്ന് പറയുന്ന വലിയ ഫുഡ് ബ്ലോഗർ, അതും കേരളത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇങ്ങ് നിന്ന് അങ്ങോളം എല്ലാ ചായക്കടകൾ ഉൾപ്പെടെ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കയറി ഇദ്ദേഹം ഫുഡ് കഴിക്കും. എന്നിട്ട് ഈ ചെറിയ ചെറിയ കട അവിടെയൊക്കെ കയറി ഇരുന്ന് കഴിച്ചിട്ട് മാക്സിമം അവർക്ക് വേണ്ടിയുള്ള പ്രചോദനം, ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഒക്കെ കൊടുക്കും. ഇത് നല്ലതാണ്, ഈ ഫുഡ് കഴിക്കണം, വളരെ നല്ലതാണ്, അങ്ങനെ ചെയ്യണം. കാരണം ഇപ്പോൾ വൻകിട വ്യവസായികളെ മാത്രമല്ല ചെറുകിട സംരംഭകരെ ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു മൗത്ത് പബ്ലിസിറ്റി അവർക്കും ആവശ്യമുണ്ട്, ഒരു ഗുഡ് വിൽ അല്ലേ, അതൊക്കെ ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ ഇദ്ദേഹം എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഈ ഫുഡ് വ്ലോഗിങ് എന്നുള്ളത് ഒരു മറയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് പണ്ട് മുതലേ റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതിന് ഒരു മറയായിട്ട്, അത് തുടങ്ങുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം ഒരു ക്യാപിറ്റൽ, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണിയൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. അത് തുടങ്ങാനുള്ള സ്ഥലം എവിടെ, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് എവിടെ, ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ പുള്ളി വെൽ പ്ലാൻഡ് ആണ്. ഈ ഒരു കുരുട്ട് ബുദ്ധിയുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റുള്ളവൻ ഉയരാൻ ഇഷ്ടമില്ലാതെ തൻ്റെ സംരംഭങ്ങൾ മാത്രം ഉയരാൻ വേണ്ടി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ എത്ര വേണമെങ്കിലും നികൃഷ്ടമായി കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറയാനുള്ളൊരു ചോറ് പിടിച്ച മനസ്സുണ്ടല്ലോ, ആ ഒരു മനസ്സായതുകൊണ്ട് പുള്ളി ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പുള്ളി ആദ്യം ചെയ്തത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് കണ്ടുപിടിക്കുക, പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക എന്നതിനൊക്കെ ഉപരിയായിട്ട് തൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെയാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിലുള്ള സകല ഹോട്ടൽസിലും കയറിയിരുന്ന്, റെസ്റ്റോറൻറ്റ്സിലും കയറിയിരുന്ന് അവരെക്കുറിച്ച് മോശമായിട്ടുള്ള റിവ്യൂ പറയുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇടപ്പള്ളിയിലുള്ള MRA എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫുഡ് കഴിക്കുന്ന ഏറ്റവും നല്ല, അതായത് എറണാകുളത്ത് കിട്ടുന്ന നല്ല ഫുഡ് കിട്ടുന്ന ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് MRA എന്ന് പറയുന്നത്. MRA റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചെയറിലിരുന്ന് അവരുടെ ഫുഡും കഴിച്ച് ആ ഫുഡിനെയും ആ റെസ്റ്റോറൻറ്റിനെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തി എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്. അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫുഡ്, അതായത് ഇവർ കൊണ്ടുവന്നത് ഇത്ര ക്വാണ്ടിറ്റിയുടെ ആവശ്യമുണ്ടോന്ന്. എല്ലാവർക്കും ക്വാണ്ടിറ്റിയാണ് ആവശ്യം. ഇനിയിപ്പോൾ അധികം വന്നാൽ നമുക്ക് പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കുറ്റം ഇത്ര ക്വാണ്ടിറ്റിയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു. രണ്ടാമത് പറഞ്ഞ കുറ്റം, പുള്ളിയും പുള്ളിയുടെ ഭാര്യയും അതായത് പാർക്കിംഗ് സെക്ഷനിൽ നിന്നും കൂടെ കയറി വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പുള്ളിയുടെ ഭാര്യയ്ക്ക് കുട പിടിച്ചു കൊടുത്തില്ല.
അപ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് നെഗറ്റീവ് അടിച്ചു അത്രേ. അപ്പോൾ ആലോചിക്കണം, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ ഇപ്പം ക്ലെൻനെസ്സോ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ഇതൊന്നും അല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ കൊട പിടിച്ചു കൊടുത്തില്ല എന്നുള്ള പേരിൽ ഇടപ്പള്ളി MRA റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് അവരുടെ ഫുഡും കഴിച്ചിട്ട് അവർക്കെതിരെ മോശമായി സംസാരിച്ച് യൂട്യൂബിലൂടെ ഇട്ടുകൊടുത്ത ഒരു ചൊറി മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇദ്ദേഹത്തിന്റെ ഒരു മറയാണ് ഈ ഒരു ഫുഡ് ബ്ലോഗിങ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്റ്റോറൻറ്റ് എവിടെയൊക്കെ നടത്താൻ ആഗ്രഹമുണ്ടോ ആ ജില്ലകളിലൊക്കെ ചെന്നിരുന്ന് അവിടുത്തെ ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് അവർ മോശം എന്ന് പറയുക. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത റെസ്റ്റോറൻറ്റ് ഇദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മ, 3-4 വർഷം മുന്നേ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നിട്ട് ട്രിവാൻഡ്രംകാരെ കുറിച്ചേ വളരെ മോശമായിട്ട് പറഞ്ഞു. ട്രിവാൻഡ്രംകാർക്ക് വൃത്തിയില്ല, പിന്നെ ഇതെങ്ങനെ വൃത്തിയാവും എന്നുള്ള രീതി വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചിട്ട് കുറച്ചുനാൾ പുള്ളി എയറിലായിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളത്തുള്ള സകല റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും കയറി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കുറ്റം പറയും അവരെ, എന്നിട്ട് വളരെ മോശം റിവ്യൂ ഇട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതുപോലുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കാൻ കയറുന്ന ആളുകളുണ്ട്. ഇപ്പൊ പ്രവാസികളൊക്കെ ആണെങ്കിൽ അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ വ്ലോഗ് കണ്ടിട്ട് ഇവർ പറയുന്നത് കേട്ട് കയറാം, അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേട്ടല്ലോ ഇത് കൊള്ളില്ല. അപ്പൊ അത്രയും ഒരു ബാഡ് ഇമേജ് ഒരു റെസ്റ്റോറൻറ്റിന് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് MRA ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത്രയും ടേസ്റ്റി ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇദ്ദേഹം എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മറയാണ്. ഇദ്ദേഹം എവിടെയാണോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള സകല റെസ്റ്റോറൻറ്റ്സിലും കയറിയിരുന്ന് കുറ്റം പറഞ്ഞ് ഒരു മോശം അഭിപ്രായം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. രണ്ടാമത് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, നല്ല റെസ്റ്റോറൻറ്റ്സിൽ, അതായത് ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഹോട്ടൽസിൽ കയറുന്ന കുറ്റം പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു തട്ടുകടകളിൽ കയറുന്ന ഫുഡ് വെച്ചിട്ട് പുള്ളി ആസ്വദിക്കും. നല്ലത്, ശരിയാണ്, തട്ടുകടകളിലുള്ള ഫുഡ് നല്ലതാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാം നല്ലതാണ്. എന്നിട്ട് അവിടെ കയറിയിരുന്ന് നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം, അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഒന്നുകിൽ നിങ്ങൾ തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുക, ഇനിയല്ല തട്ടുകട അല്ലാതെ ഒരു റെസ്റ്റോറൻറ്റില്ലേ, കുറച്ച് നല്ല റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് കയറി ഫുഡ് കഴിക്കണമെങ്കിൽ അത് മൃണാളിന്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഹിഡൻ മെസ്സേജ് ഇദ്ദേഹം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് തെരുവിൽ നിന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് ഈ ബൺ മസ്ക ആൻഡ് ഇറാനി ചായ. സത്യം പറയാലോ, അതായത് ബൺ മസ്ക എന്നൊരു സ്നാക്ക് ഐറ്റം, ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു ഐറ്റം നോർത്ത് ഇന്ത്യയിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ ഹൈദരാബാദിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ കൊണ്ടെത്തിച്ചത് ഈ കപ്പിൾസ് ആണ്, അത് ചായ് കപ്പിൾ എന്ന് പറഞ്ഞ കപ്പിൾസ് ആണ്. അപ്പോൾ അവർ ആ വഴിയോരത്ത് നിന്ന് തുടങ്ങിയ ആ ബിസിനസ്സിനെതിരെ വളരെ ക്രൂരമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതായത് കൊള്ളില്ല അല്ലെങ്കിൽ വൃത്തിയില്ല എന്നുള്ളതൊന്നും അല്ല, ഈച്ച കയറുന്നു എന്നുള്ളതൊന്നും അല്ല, അത് കഴിച്ചാൽ നിങ്ങൾ ചത്തുപോകും കേട്ടോന്ന്, മരിച്ചു പോകും കേട്ടോന്ന്. ഇതിനപ്പുറത്തേക്ക് മോശമായിട്ട് ഒരു സംരംഭത്തെ കുറിച്ച് പറയാൻ പറ്റും? അതും അവർ ജസ്റ്റ് തുടങ്ങിയതിന് പിറ്റേ ദിവസം തന്നെ ഭയങ്കര ഹൈപ്പായി. പുള്ളിക്ക് അത് കണ്ട് മനസ്സിലായി, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഭയങ്കര ട്രെൻഡിങ് ആവുന്നു, അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ്, അവരെവിടെ ചെന്നാലും ഇങ്ങനെ ജനപ്പെരുപ്പം ഉണ്ടാകുന്നു, ഭയങ്കര ഉന്തലും തള്ളലും. പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് അത് കിട്ടുന്നില്ല. പുള്ളി കഷ്ടപ്പെട്ട് ഇമാതിരി ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്ത് ചെളിവാരി തേച്ചിട്ട് കുറച്ച് ബംഗാളികളെ ജോലിക്കാരായിട്ടും ഷെഫായിട്ടും നിർത്തി 3-4 ഇരുമ്പ് കമ്പികൾ കുത്തിച്ചാരി ഷീറ്റും ഇട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ലാത്ത ആള് ഈ ഒരു കുട വെച്ചിട്ട് കുറച്ച് ബൺ മസ്കയും ചായയും വിൽക്കുന്ന കപ്പിൾസിന്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ആൾക്കൂട്ടം വരുമ്പോൾ എന്തായാലും ഈ മൃണാൾ എന്ന് പറയുന്ന ആൾക്ക്, ഈ നല്ല മനസ്സുള്ള വ്യക്തിക്ക് കുശുമ്പ് വരാതിരിക്കില്ല. ഈ കുശുമ്പ് കൂടിയാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് മനസാക്ഷി എന്നൊരു സംഭവം ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളാണ്, എനിക്ക് തോന്നുന്നു കൂടിപ്പോയാൽ അവർക്കൊരു 27-28 വയസ്സൊക്കെ ഉണ്ടാവത്തതേ ഉള്ളൂ. അവരുടെ ആ പ്രായത്തിൽ അവർ ആ ഒരു ബിസിനസ് ചെയ്യാൻ അവർ മടി കാണിച്ചില്ല. അതായത് പൊതുജനം എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, അയ്യോ നാണക്കേടല്ലേ എന്നൊക്കെ അവർക്കും ചിന്ത വരാനുള്ള പ്രായമൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് ആ ഒരു തെരുവിലേക്ക് ഇറങ്ങിയ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അവരുടെ അവസ്ഥകൾ ഞാൻ പറഞ്ഞല്ലോ പലതുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ, പെട്ടെന്ന് ഉയർന്നു വന്ന ആളുകളെ മൃണാളിന് ഇഷ്ടമല്ല. മൃണാൾ പറയും അവരുണ്ടാക്കുന്നത് കഴിച്ചാൽ നിങ്ങൾ ചത്തുപോകുമെന്ന്. പകരം മൃണാളിന്റെ ഹോട്ടലിൽ ചെന്നിരുന്ന നല്ല ചൂട് പറക്കുന്ന, ഈച്ചയൊന്നും കയറാത്ത, വളരെ ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? മൃണാളിന്റെ റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ കയറി നോക്കാനുള്ള അനുവാദമുണ്ട് എന്നാ പറയുന്നത്. കിച്ചണിൽ നിൽക്കുന്ന ആളുകൾ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റും ഈ ഒരു ചായ
മസ്കബൺ, ഇത് രണ്ടും തമ്മിൽ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾക്കൊരിക്കലും അവരെ റിവ്യൂ ചെയ്ത് മോശം അഭിപ്രായം പറയാനുള്ള റൈറ്റ് പോലുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുന്നത് എറണാകുളത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ഫുഡ് സ്പോട്സും കൊള്ളില്ല, റെസ്റ്റോറൻറ്റ്സും കൊള്ളില്ല, മൃണാളിൻ്റെ ഹോട്ടൽ മാത്രമേ കൊള്ളാവൂ എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന് കയറി ഫുഡ് കഴിക്കാൻ പറ്റുമോ? റേറ്റയ്ക്ക് കൊടുക്കണം പ്രത്യേകം ക്യാഷ്, ചിക്കൻ്റെ പീസസിന് കൊടുക്കണം പ്രത്യേകം ക്യാഷ്, എഗ്ഗിന് കൊടുക്കണം പ്രത്യേകം ക്യാഷ്, പായസത്തിന് കൊടുക്കണം, പപ്പടത്തിന് കൊടുക്കണം പ്രത്യേകം ക്യാഷ്. ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങിയിട്ട് അതേ വായിൽ തന്നെ പറയും ഇത് സാധാരണക്കാരന് കഴിക്കാനുള്ള ഒരു കടയാണ്. സാധാരണക്കാരൻ എന്താ ഈ പച്ചച്ചോറും പച്ചമോരും മാത്രം ഒഴിച്ച് കഴിക്കണം, അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന പഴങ്കഞ്ഞി കുടിച്ചാൽ പോരെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചൊറിയൊക്കെ പിടിക്കാം, പക്ഷേ ഇത്രത്തോളം ആകുന്നത് ശരിയല്ല. കാരണം തെരുവിൽ നിന്ന് അവരുടെ ബിസിനസ് സംരംഭം തുടങ്ങി വരുന്ന ഒരു ദമ്പതികൾക്ക് മാക്സിമം സപ്പോർട്ടാണ് മലയാളികൾ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വന്നിരുന്ന് ഇമാതിരി വിഷം ചീറ്റുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് അസൂയ കൊണ്ടാണെന്ന്. പിന്നെ മറ്റൊരു കാര്യം, വന്ന് മൃണാൾ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടായിപ്പോൾ. അതിപ്പോൾ സ്വന്തം ഹോട്ടലിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരുടെ ഹോട്ടലിനെ കുറിച്ചിട്ടാണെങ്കിലും മനസ്സ് നന്നാവണം എന്ന് പറയുന്നില്ല, കൊടുക്കുന്ന ആഹാരമെങ്കിലും നന്നായാൽ മതിയായി.